ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. ആഫ്രിക്കയിലെ എത്യോപ്യക്കാരനായ കറുത്ത വംശജനായ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രിയം വെക്കുന്ന സഹാബിയാണ് ബിലാൽ തങ്ങൾ. അവിടുന്ന് അതിമനോഹരമായ ശബ്ദത്തിന്റെ ഉടമയാണ്. അള്ളാഹുവിന്റെ റസൂൽ അതാ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂലിന് സ്വർഗം കാണിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതാ സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ബിലാൽ തങ്ങളുടെ ചെരുപ്പടിക്കാലിന്റെ ശബ്ദം ഞാൻ കേട്ടു എന്ന്. അത്രയും മഹത്വമുള്ള സഹാബി വര്യരാണ്. അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞ ശേഷം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണമെന്നല്ലേ? മദീനയിലെ ഓരോ വസ്തുക്കളും ഓർമ്മിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. മദീനയിലെ മസ്ജിദുൻ നബവി കാണുമ്പോഴും ഈത്തപ്പന മരങ്ങൾ കാണുമ്പോഴും അതേ ഒട്ടകക്കൂട്ടങ്ങളെ കാണുമ്പോഴും മദീനയിലൂടെ നടന്നു പോകുന്ന ആട്ടിൻപറ്റങ്ങളെ കാണുമ്പോഴും വേണ്ട മദീനയിലെ ഓരോ മണൽത്തരിയും ഓർമ്മിപ്പിക്കുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അവസാനം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു യാത്ര പോവുകയാണ്. വിരഹത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ, വേർപാടിന്റെ നൊമ്പരം താങ്ങാൻ കഴിയാതെ അവിടുന്ന് മദീന വിട്ടു പോവുകയാണ്. മദീനയോട് ഏതെങ്കിലും രൂപത്തിലുള്ള വെറുപ്പുള്ളതുകൊണ്ടല്ല, വിദ്വേഷമുള്ളതുകൊണ്ടുമല്ല, മദീനയിലെ ജീവിതം അടുത്തതുകൊണ്ടുമല്ല. പിന്നെയോ വിരഹത്തിന്റെ വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേർപാടിന്റെ നൊമ്പരം താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് മദീനയോട് ബിലാൽ തങ്ങൾ യാത്ര പറയുന്നത്. എവിടേക്ക് പോകണമെന്ന് ആലോചിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂല് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത രണ്ട് രാജ്യങ്ങൾ. അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഷാമിൽ നീ ബറക്കത്ത് ചൊരിയണേ, അല്ലാഹുവേ ഞങ്ങളുടെ യമനിലും നീ ബറക്കത്ത് ചെയ്യണേ. അതാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു യാത്ര പോകുന്നത് അതേ ഷാമിലേക്ക്, ഇന്നത്തെ സിറിയയിലേക്കാണ്. സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ് അഥവാ ദിമിഷ്കിന്റെ ചാരത്ത് ദാരിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് യാത്ര പോയി. അവിടെ നിന്ന് വിവാഹം ചെയ്തു, കുടുംബത്തോടെ ജീവിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രിയപ്പെട്ട ഭാര്യ കാണുന്ന കാഴ്ച എന്താണ്? അതാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പാതിരാവിൽ ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്ന് കരയുകയാണ്. കരളിന്റെ കഷ്ണമായ പ്രിയതമ ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? കണ്ണീരിൽ കുതിർന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്, ഇന്നി റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമൽ ബാരിഹ. ഞാൻ ഇന്നലെ രാത്രി എന്റെ നേതാവ്, മദീനയിലെ രാജാവ്, ലോകത്തിന്റെ മുഴുവനും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മാ ഹാദിഹിൽ ജഫ്വത്തു യാ ബിലാൽ അമാ അല്ലക അൻ തസൂറനാ. എന്താ ബിലാൽ തങ്ങളെ, എന്നോടൊരു പിണക്കമുള്ളതുപോലെ നിങ്ങൾക്ക് മദീനയിൽ വന്ന് എന്നെ ഒന്ന് സന്ദർശിച്ചുകൂടെ? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യമാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് അതാ സിറിയയിൽ ഷാമിൽ നിൽക്കാൻ കഴിയുന്നില്ല. അതാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു യാത്ര പുറപ്പെടുകയാണ് മദീനയിലേക്ക്, മദീനത്തുൽ മുനവ്വറയിലേക്ക് പുറപ്പെടുകയാണ്. മനതാരിൽ വിരഹത്തിന്റെ നൊമ്പരമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം മദീനയോട് വിട പറഞ്ഞതാണ്. ഷാമിൽ നിന്ന് യാത്ര ചെയ്ത് മദീനയിലെത്തുമ്പോഴേക്ക് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കൺതടങ്ങൾ കണ്ണുനീർ തടാകങ്ങളായി മാറി. ആദരവോടെ റസൂലുള്ളാന്റെ ചാരത്തു വന്നു. റസൂലുള്ളാന്റെ റൗള ഷരീഫിന്റെ ചാരത്തു വന്ന് ഹുജറത്ത് ഷരീഫിൽ വന്ന് സലാം പറഞ്ഞു പൊട്ടിക്കരഞ്ഞു, അസ്സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.
നബിയെ, അവിടത്തോട് ഏതെങ്കിലും രൂപത്തിലുള്ള പിണക്കമുള്ളതുകൊണ്ടല്ല, വിരഹത്തിന്റെ വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മദീന വിട്ടുപോയതെന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് ആവലാതി ബോധിപ്പിക്കുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ചാരത്തിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നണയുന്നത്. കണ്ണുകളിൽ കാഴ്ച മങ്ങുകയാണ്. കവൾത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നിട്ട് എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കുകയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അതാ വരുന്നു സാഹിബു റസൂലില്ലാഹി വ അനീസുഹു ഫിൽ ഗാർ അഹ്ലുൽ ഖിലാഫത്തി വ മുസ്തഹിഖുഹാ ബിത്തഹ്ഖീഖ് അമീറുൽ മുഅ്മിനീന സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അതെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. സന്തോഷത്തോടെ സലാം പറഞ്ഞു, ആദരവോടെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചു. സിറിയയിലെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവസാനം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖുൽ അക്ബറിന്റെ ചോദ്യമാണ്, ഹല്ലാ അല്ലാ അൻദൻത ലനാ കമാ കുൻത തുഅദ്ദിനു ലിറസൂലില്ലാഹ്. ഓ ബിലാൽ തങ്ങളെ,